CPM ജനപ്രതിനിധികളുടെ അനാസ്ഥയിൽ കായംകുളത്തിന് നഷ്ടമായ ദേശീയപാതയിലെ ഉയരപാത നേടിയെടുക്കാനുള്ള KC വേണുഗോപാൽ MPയുടെ ശ്രമങ്ങൾക്ക് തുരങ്കം വെച്ചത് ജില്ലയിലെ BJP നേതൃത്വമാണെന്ന് കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് T സൈനുലാബുദ്ദീൻ ആരോപിച്ചു. ഉയരപാതയുടെ കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥയും കള്ളക്കളിയും നടത്തിയ CPM BJP നേതൃത്വങ്ങൾ കായംകുളത്തെ ജനങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. CPM ജനപ്രതിനിധികളുടെ അനാസ്ഥയിൽ കായംകുളത്തിന് നഷ്ടമായ ദേശീയപാതയിലെ ഉയരപാത നേടിയെടുക്കാനുള്ള KC വേണുഗോപാൽ MPയുടെ ശ്രമങ്ങൾക്ക് തുരങ്കം വെച്ചത് ജില്ലയിലെ BJP നേതൃത്വമാണെന്ന് കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് T സൈനുലാബുദ്ദീൻ ആരോപിച്ചു. ആലപ്പുഴയുടെ ജനപ്രതിനിധിയാകുന്നതിന് മുൻപ് 2 പ്രാവശ്യവും ആലപ്പുഴ MP ആയ ശേഷം 4 തവണയും കായംകുളം ദേശീയപാതയിലെ എലിവേറ്റഡ് ഹൈവേ നിർമ്മാണ സാധ്യത ആരാഞ്ഞ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ നേരിൽ കണ്ട് KC വേണുഗോപാൽ ആവശ്യമുന്നയിച്ചിരുന്നു. നിതിൻ ഗഡ്കരിയെ KC വേണുഗോപാൽ നേരിൽ കണ്ടിരുന്നുവെന്നും സൈനുലാബുദ്ദീൻ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യം പരിശോധിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് കേന്ദ്രമന്ത്രി നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി വിദഗ്ധ സംഘം കായംകുളത്ത് പരിശോധനയും നടത്തി. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള നടപടികൾ എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്ന് കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ ജില്ലയിലെ നേതാക്കൾ വ്യക്തമാക്കണമെന്നും T സൈനുലാബുദ്ദീൻ പറഞ്ഞു. കായംകുളത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്തിയ BJPക്ക് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MPയുടെ ഇടപെടലിൽ കായംകുളത്ത് ദേശീയപാത മേൽപ്പാലം വരുന്നത് രാഷ്ട്രീയമായി തിരിച്ചടിയാണെന്ന വിലയിരുത്തലിലാണ് BJP നേതൃത്വം പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നതെന്നും T സൈനുലാബുദ്ദീൻ ആരോപിച്ചു. തൂണിന്മേലുള്ള ഉയരപാതയുടെ കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥയും കള്ളക്കളിയും നടത്തിയ CPM BJP നേതൃത്വങ്ങൾ കായംകുളത്തെ ജനങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാകണമെന്നും സൈനുലാബുദ്ദീൻ ആവശ്യപ്പെട്ടു. CDNet ന്യൂസ്, കായംകുളം.